So this is Poco M4 Pro packaging. Let's unbox. Transparent silicone TPU case, documentation, 33 watt fast charger, and finally USB Type-C charging cable. This is Poco M4 Pro. We unbox the phone Poco M4 Pro 5G. That is 4G variant this phone. This is Amoled display 15,000 price. Let's see what features this phone is value for money phone. കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ ഫോണിൻ്റെ ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നോ കംപ്ലയിൻസ്. ഇതിൻ്റെ ബാക്ക് പക്ഷേ ആ ഒരു ഫിനിഷ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അതായത് ഒരു മാറ്റ് ഫിനിഷ്, പേപ്പർ പോലത്തെ ഫിനിഷാണ് വന്നിരിക്കുന്നത്. സോ സ്മഡ്ജസ് ഒന്നും വരുന്നില്ല. ദാറ്റ്സ് നൈസ്. 180 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. 8 mm ആണ് തിക്നെസ്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ചെറുതാണ്, 6.43 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് ആ ഒരു കോമ്പാക്ട് ഫാക്ടറും കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഫോൺ വളരെ ഈസിലി ഒരു കൈ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ വിശാലമായ ഫോണില്ല. സോ ആ ഒരു സ്ലൈറ്റ് കോമ്പാക്ട് ഫാക്ടർ എന്തായാലും ഉണ്ട്. പിന്നെ ഈ ഫോണിൽ ഫ്ലാറ്റ് എഡ്ജസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഫ്രെയിം ഫ്ലാറ്റ് ആണ്. ഇപ്പം ട്രെൻഡ് അതാണ്, ഫ്ലാറ്റ് എഡ്ജസിൻ്റെ ട്രെൻഡാണ്. സോ അതും നല്ലതാണ്. പക്ഷേ പിടിക്കുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. നല്ല ഹാൻഡ്ലിംഗ് ആണ്. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 180 ഹെർട്സിൻ്റെ ആണ് ടച്ച് സാമ്പിളിംഗ്. ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. DCI-P3 കളർ ഗ്യാമറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് റിയലി സർപ്രൈസിങ്. നോർമലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോൺസിൽ 400 നിറ്റ്സ് 500 നിറ്റ്സ് ആണ് കണ്ടുവരുന്നത്. ഇവിടെ 1000 നിറ്റ്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് അറിയാനുണ്ട്. ഇവിടെ ഒരു സ്പെഷ്യൽ സൺലൈറ്റ് മോഡും ഉണ്ട്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ പിന്നെ എത്ര വെയിലുണ്ടെങ്കിലും നോ ഇഷ്യൂസ്. സ്ക്രീൻ നല്ല ക്ലിയർ ആണ്, ഷാർപ്പാണ്, നല്ല കോൺട്രാസ്റ്റും ഉണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. ആമോലെഡ് ഡിസ്പ്ലേ ആണ്, തീർച്ചയായിട്ടും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. നല്ലൊരു ആമോലെഡ് ഡിസ്പ്ലേ ആണ്. നോർമലി മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ കിട്ടുന്ന ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, ഡീപ് ബ്ലാക്ക് ലെവൽസ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് നല്ലൊരു വീഡിയോ വ്യൂവിംഗ് അല്ലെങ്കിൽ മൂവി വ്യൂവിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടി ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. നല്ല ഓഡിയോ എക്സ്പീരിയൻസ് ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോഴും പല ഫോൺസിലും മോണോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ബോട്ടം സൈഡിൽ നിന്നുള്ള സൗണ്ടാണ് കുറച്ചും കൂടി സ്ട്രോങ്. അതായത് ഒരു 70% 30% ആ റേഷ്യോയിലാണ് വരുന്നത്. സ്റ്റിൽ നമ്മൾ ഈ ഫോൺ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടേബിളിൽ വെച്ച് ഒരു വീഡിയോ, യൂട്യൂബ് വീഡിയോ ആവാം, എന്തും ആയിക്കോട്ടെ, യൂട്യൂബ് വീഡിയോ ആണെങ്കിലും മൂവി ആണെങ്കിലും അത് കാണുമ്പോൾ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ OTT പ്ലാറ്റ്ഫോംസ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സിലൊക്കെ നിങ്ങൾക്ക് ഈസിലി ഫുൾ HD കണ്ടന്റ് കാണാൻ കഴിയും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അവിടെ കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, 90 ഹെർട്സിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. ആ സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് 60 ഹെർട്സ് ആണ് ബൈ ഡിഫോൾട്ട് സെലക്ട് ആയി വരുന്നത്. ഓക്കെ, സോ 90 ഹെർട്സിൻ്റെ സ്മൂത്ത്നെസ് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ പോയി 90 ഹെർട്സ് സെലക്ട് ചെയ്യേണ്ടി വരും. 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ ആണ് മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ്, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ വരുന്നുണ്ട്. 1080p at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഈസ് 1080p at 30 FPS. ഞാൻ ചില ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. നോർമലി പോക്കോൻ്റെ ഫോൺസിൽ വരുന്ന ആ ഒരു വൈബ്രൻറ്റ് വാം ഫോട്ടോസ് ഉണ്ടല്ലോ, ഇവിടെയും അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു വാമത്തിൻ്റെ ഒരു കണക്ക് ഇപ്പം കുറച്ചിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അത് പച്ചപ്പാണെങ്കിലും സ്കൈൻ്റെ ബ്ലൂ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. മെയിൻ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അൾട്രാവൈഡിൻ്റെ ഫോട്ടോസ് ലേശം സോഫ്റ്റ് ആണ് തീർച്ചയായിട്ടും. കാരണം 8 മെഗാ പിക്സലിന് അൾട്രാവൈഡാണ് വന്നിരിക്കുന്നത്. പക്ഷേ കളേഴ്സ് ഒക്കെ സ്റ്റിൽ ഓക്കെ ആണ് കേട്ടോ. 1080p at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 15,000 റുപ്പീസിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. റിയർ ക്യാമറ വെച്ച് ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഫേസിൽ കണ്ടമാനം ഷാർപ്പനിങ് വരുന്നുണ്ട്. എന്തോ ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ചാന്ന് തോന്നി. ഞാൻ പോക്കോമായിട്ട് സംസാരിച്ചിരുന്നു. അവരുടൻ തന്നെ ഒരു അപ്ഡേറ്റ് അയക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ഫോണിൽ ഈ അപ്ഡേറ്റ് ബൈ ഡിഫോൾട്ട് ഉണ്ടാവും എന്നാണ് പോക്കോ പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. അതായത് സ്കിൻ ടോണൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചില ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഡീസെൻ്റ് ആണ്. പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. എഡ്ജ് ഡിറ്റക്ഷൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല, പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഐ വോണ്ട് കംപ്ലൈൻറ്റ്. പോക്കോ M4 Pro 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB 64GB, 6GB 128GB ആൻഡ് 8GB 128GB. LPDDR4X ആണ് റാം ടൈപ്പ്.
UFS 2.2 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ് ടു 3 GB എക്സ്റ്റൻഡഡ് റാമിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് 2 സിം ആൻഡ് മൈക്രോ SD കാർഡ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. MediaTekൻ്റെ Helio G96 ചിപ്സെറ്റ് ആണ് വരുന്നത്. 2.05 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. 12 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിൽ ലിക്വിഡ് കൂളിംഗിൻ്റെ ഫീച്ചറും അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ BGMI പെർഫോമൻസ് നോർമൽ മിഡ് റേഞ്ച് ലെവൽ ഫോൺസിൽ കിട്ടുന്ന പെർഫോമൻസ് തന്നെയാണ്. അതായത് സ്മൂത്ത് ആൻഡ് അൾട്ര ഓർ ബാലൻസ്ഡ് ആൻഡ് അൾട്ര. 40 FPS ആണ് മാക്സിമം ഫ്രെയിം റേറ്റ്. ആ ഫ്രെയിം റേറ്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. കുറച്ച് നേരം കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നോർമലി മിഡ് റേഞ്ച് ഫോൺസിൽ വരുന്ന ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഇവിടെയും വരുന്നത്. പിന്നെ നോർമലി പോക്കോ ഫോൺസിൽ വരുന്ന ഒരു ഗെയിം ടർബോ ഫീച്ചർ ഇവിടെയും വരുന്നുണ്ട്. അതായത് ഗെയിം മോഡ് ഫീച്ചർ. സോ അവിടെ ക്ലിയർ മെമ്മറി, DND, സ്ക്രീൻഷോട്ട്, വോയിസ് ചേഞ്ചർ, കാസ്റ്റിംഗ് ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് വരുന്നത്. പോക്കോ M4 Pro 5Gയിലും Android 11 ആയിരുന്നു. ഇവിടെയും Android 11 ആണ് വരുന്നത്. ഓക്കെ, മാർച്ചായി. Android 12 കൊടുക്കേണ്ടതാണ്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. വരുമെന്നാണ് പോക്കോ പറഞ്ഞിരിക്കുന്നത്. MIUI ലേറ്റസ്റ്റ് ആണ്. ഓക്കെ, MIUI 13 കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഷവോമി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഔട്ട് ഓഫ് ദ ബോക്സ് കുറേ സ്റ്റക്കും ഗ്ലിച്ചൊക്കെ, അതൊന്നും ഇപ്പം വരുന്നില്ല. 100% സ്മൂത്ത് അല്ല. നോർമലി മിഡ് റേഞ്ച് ഫോൺസിൽ വരുന്ന ഒരു ചെറിയ സ്റ്റട്ടറൊക്കെ ഇവിടെയും വരുന്നുണ്ട്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ഒരു ജിറ്റർ വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ ഇഷ്യൂ ഒന്നുമില്ല. 95% ഇറ്റ്സ് ഓക്കെ. തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ കാര്യം കുറവായിരുന്നു. ഓക്കെ, സ്പോട്ടിഫൈ വരുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പിന്നെ സില്ലി എന്ന ആപ്പൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ തോന്നുന്നു. അങ്ങനെ ഭയങ്കരമായ ബ്ലോട്ട്വെയർ ശല്യം ഇതിൽ വരുന്നില്ല. പിന്നെ പോക്കോൻ്റെ ഒരു ഫോൺ ആയതുകൊണ്ട് നോ ആഡ്സ്. 5000 mAh അത്യാവശ്യം വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഐ എം ഹാപ്പി. ഓക്കെ, അത്യാവശ്യം നല്ല ബാറ്ററി ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിലും ഫേസ് അൺലോക്ക് ആണെങ്കിലും രണ്ടും നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തില്ല. നോർമലി ഷവോമി ഫോൺസിൽ വരുന്ന IR ബ്ലാസ്റ്റർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. Z ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടറാണ് വരുന്നത്. ഇറ്റ്സ് ഡീസൻറ്റ്. അതായത് നോർമലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ആ ഒരു ഭയങ്കര വൈബ്രേഷൻ സംഭവമല്ലേ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ചെറിയ രീതിയിലൊരു ഒരു സംഭവമുണ്ട്. നല്ലൊരു ഗുഡ് ഫീൽ കിട്ടുന്നുണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, ക്യാരിയർ എഗ്രിഗേഷന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. FM റേഡിയോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നോർമലി വരുന്ന എല്ലാ സെൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. സോ ഈ പോക്കോ M4 Proൻ്റെ 6GB 64GB പ്രൈസ് ആണ് 14,999. ഇനീഷ്യൽ ഓഫർ ഉണ്ട്. 1000 rupees ഡിസ്കൗണ്ട് ആണ് വരുന്നത്. സോ ഫൈനൽ പ്രൈസ് ഇസ് 13,999. ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്നതിനേക്കാളും ബെറ്റർ സ്പെസിഫിക്കേഷൻസ് ഇവിടെ വരുന്നുണ്ട്. 90 Hz സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് അല്ലേ പോക്കോൻ്റെ ഒരു ഫോണിൽ, പോക്കോൻ്റെ M series ആണെങ്കിലും X series ആണെങ്കിലും 20,000 താഴെ ഫസ്റ്റ് ടൈം ആണ് ഒരു സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ വന്നിരിക്കുന്നത് പോക്കോൻ്റെ ഫോണിൽ. ദാറ്റ്സ് നൈസ്. സോ ഒരുപാട് പോക്കോ ഫാൻസ് ആണെങ്കിലും പോക്കോ യൂസേഴ്സ് ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് മിഡ് റേഞ്ച് ഫോൺസിലും ആംബുലറ്റ് ഡിസ്പ്ലേ വേണമെന്നൊക്കെ. സോ ഇവിടെ വന്നിട്ടുണ്ട് ആംബുലറ്റ് ഡിസ്പ്ലേ, 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, Helio G96, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. ഈവൻ ലിക്വിഡ് കൂളിംഗിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണാണ്. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.